അതുപോലെ തന്നെ ആനമതിൽ ആറളം ഫാമിൽ ഏതാണ്ട് 16 പേര് ആന ചവിട്ടി കൊന്നു കഴിഞ്ഞപ്പോൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 13 കോടി രൂപയാണ് അവിടെ ആനമതിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സോളാർ പവർ ഫെൻസിങ്, എലിഫൻറ്റ് പ്രൂഫ് ഡെഞ്ചിങ്, ആനമതിൽ, അതുപോലെ തന്നെ വനത്തിൽ തന്നെ ഈ വന്യമൃഗങ്ങൾക്കുള്ള ഫലവൃക്ഷങ്ങൾ ഒക്കെ ഇതിൻ്റെ ഇറക്കം തടയാവുന്നതാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളായി ഓരോ വർഷവും ഇതിനുള്ള ബഡ്ജറ്റ് കുറഞ്ഞു വരിക മാത്രമല്ല, ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചാലും അതിൻ്റെ 1/4 പോലും അതിനുവേണ്ടി വിനിയോഗിക്കാനുള്ള അനാസ്ഥയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരമായിട്ടാണ് ഈ ഗവൺമെൻറ് വരുന്നത്. അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. അലാമിങ്, എയർലി വാർണിങ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഉള്ളതാണ് എയർലി വാർണിങ്. അലാം അത് ഡിറ്റക്റ്റ് ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളിലും ഉള്ളിലിരിക്കുന്നവരുടെ സങ്കേതം പോലും കണ്ടുപിടിക്കാനുള്ള ആധുനിക ഉപകരണങ്ങൾ ഉള്ളപ്പോൾ ഈ സാങ്കേതിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വന്യമൃഗങ്ങളുടെ നീക്കം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത് ചെയ്യുന്നില്ല. ആ വന്യമൃഗങ്ങളുടെ നീക്കം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള അലർട്ട് കൊടുക്കണം. അവിടെ പഞ്ചായത്ത് പ്രതിനിധികളെയും മറ്റ് സ്ഥാപനങ്ങളുടെ നേതാക്കന്മാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാട്സപ്പ് സമ്പ്രദായത്തിൽ ഈ അലർട്ട് സമ്പ്രദായം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ടാസ്ക് ഫോഴ്സ് ഉണ്ടാകണം. ഇതിന് അങ്ങനെയുള്ളൊരു ഫോഴ്സ് പരിശീലനമില്ല, വാഹനങ്ങളില്ല, ആവശ്യമായിട്ടുള്ള മാൻ പവറും കൊടുക്കാതെ മനുഷ്യജീവനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, മൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഇതിനെതിരെ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി വ്യക്തപരമായിട്ടുള്ള ഇതായിട്ടാണ്. അപ്പോൾ അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള യാത്ര കഴിഞ്ഞ 25-ാം തീയതി കണ്ണൂരിൽ കരുവഞ്ചാലിൽ നമ്മുടെ പ്രിയങ്കരനായ KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. ഇനിയും നാളെ പത്തനംതിട്ടയും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലകളോടുകൂടി ഇത് അവസാനിക്കുന്നതാണ്. ഈ വരവേൽപ്പിന്, ഇവിടെ നൽകിയ സ്വീകരണത്തിന് ഈ നാട്ടുകാരോട് ഉള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജനാധിപത്യ സംരക്ഷണ സമിതിക്ക് വേണ്ടി, JSSന് വേണ്ടിയുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുള്ളതുകൊണ്ടാണ് വേദി ചെറുതാക്കി റോഡിലേക്ക് കയറാതെ പറഞ്ഞിട്ടുള്ളത്. അതിനാനുപാതികമായ കസേരകളാണ് നമ്മൾ സ്റ്റേജിൽ ഇട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരും അസൗകര്യം മനസ്സിലാക്കി നേതാക്കൾ വരുന്നതനുസരിച്ച് വേദി ക്രമീകരിക്കണമെന്ന് ഏറെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത പ്രസംഗത്തിനായി ബഹുമാനായ കേരള കോൺഗ്രസ് ജോസഫിൻ്റെ സമുന്നത നേതാവ് ശ്രീ TU കുരുവിള അവർകളെ ക്ഷണിക്കുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ റെജി ജോർജ്. ബഹുമാന്യായ അധ്യക്ഷൻ, KPCC വൈസ് പ്രസിഡന്റ് മുൻ MLA-മായ VP സജീന്ദ്രൻ, KPCCയുടെ സെക്രട്ടറി റോയ് കെ പൗലോസ്, ജോസഫ് വാഴക്കൻ ex-MLA, EM അഗസ്തി ex-MLA, മുൻ മന്ത്രി TU കുരുള ചേട്ടൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന
നേതാക്കളെ, UDFൻ്റെ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ഇന്നിവിടെ നമ്മുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ ജാഥ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹം ചുരുക്കം ഏതാനും കിലോമീറ്ററുകൾ കൂടിയാണ് അടിമാലി നമ്മുടെ ഈ കവാടത്തിലേക്ക് എത്തിച്ചേരുവാനുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിശദമായി നമ്മുടെ രാജൻ ബാബു സാർ ഇവിടെ സംസാരിച്ചു. കഴിഞ്ഞ 7-8 വർഷക്കാലമായി കേരളത്തിൽ ഒരു സർക്കാർ ഭരണമുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം നാട്ടിലെ പൗരൻ്റെ ഏറ്റവും വലിയ സ്വത്ത് അവൻ്റെ ജീവനും അതുപോലെ അവൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യവുമാണ്. ഇന്നത് ഇല്ലാതായിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് മനുഷ്യൻ മരിച്ചാൽ അതിൻ്റെ ശേഷക്രിയകൾ എന്തൊക്കെ ചെയ്യണം എന്ന പോലെ തന്നെ മൃഗങ്ങളും മരിച്ചാൽ അല്ലെങ്കിൽ ചത്താൽ ആ മനുഷ്യർ ചെയ്യുന്ന മരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യുന്ന ശേഷക്രിയകൾ ചെയ്യണമെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. അതിന് ഉദാഹരണമാണല്ലോ കാട്ടുപന്നി ചത്തു കഴിഞ്ഞാൽ അതിനെ എല്ലാവിധ ബഹുമതികളോടും മനുഷ്യർ മരിക്കുന്ന രീതിയിൽ അതിനെ കുഴിച്ചിടണമെന്നുള്ള വാക്കാലുള്ള നിയമം വരുന്നത്. ശരിക്കും ഈ പന്നി ഏതായാലും ഈ പന്നി മനുഷ്യനെ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ മനുഷ്യൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വിളവുകൾ നശിപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ അതിനെ കൊല്ലാൻ ഉള്ള പെർമിഷൻ കൊടുത്തപ്പോൾ അതിനെ വെച്ച് കറി വെച്ച് കൂട്ടിയാൽ എന്താണ് കുഴപ്പം? കാരണം നമ്മൾ കോഴിയെ കറി വെച്ച് കൂട്ടുന്നു, പോത്ത്, എരുമ, ആട്, താറാവ് എല്ലാം നമ്മൾ കറി വെച്ച് നമ്മൾ സാധാരണ പോലെ കഴിക്കുന്നു. ഈ കാട്ടുപന്നിക്ക് മാത്രം വെടിവെച്ച് കൊന്ന് അതിനെ മനുഷ്യർ മരിക്കുന്നത് പോലെ എല്ലാവിധ ശേഷക്രിയകളും നടത്തി ആചാരപ്രകാരം അത് മുസ്ലിമിൻ്റെ വീട്ടിലായാലും ഹിന്ദുവിൻ്റെ വീട്ടിലായാലും ക്രിസ്ത്യാനിയുടെ വീട്ടിലായാലും അവരുടേതായ മതാചാരപ്രകാരം അതിനെ കുഴിച്ചിടണമെന്ന് പറയുന്ന എന്തൊരു നിയമം, എന്തൊരു സംസ്കാരമാണ്. ഇവിടെ ഒരു സർക്കാരുണ്ടോ? ഗവൺമെൻറ് ഉണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കുട്ടമ്പുഴ മരിച്ച ഇന്ദിരാമ്മയെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച ഇന്ദിരാമ്മയെ. ആ ഇന്ദിരാമ്മ മരിച്ചപ്പോൾ എത്ര ധൃതിയിലാണ് അവരുടെ പോസ്റ്റ്മോർട്ടം പോലും നടത്താതെ അവരെ പോസ്റ്റ്മോർട്ടത്തിനായി അവരെ കൊണ്ടുപോകാൻ ധൃതി പിടിച്ചത്. അന്ന് ഓർക്കുന്നുണ്ടാവും നമ്മുടെ MP-യും മൂവാറ്റുപുഴ MLA ഡീൻ കുര്യാക്കോസും അതുപോലെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് സിയാസും കോതോങ്കലത്ത് നടത്തിയ ആ ധർണ പോലീസ് മനഃപൂർവ്വം ഇടപെട്ട് അക്രമസക്തമാകുകയും DCC പ്രസിഡന്റിനെ കയ്യാമം വയ്ക്കാൻ അവർ തുനിയുകയും ചെയ്ത ആ സംഭവം. അപ്പോൾ മനുഷ്യജീവന് ഒരു വിലയും കൊടുക്കാത്ത ഒരു രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. അത് തന്നെയാണോ ഈ സമരങ്ങളെല്ലാം നടത്തി ഇന്ദിരാമ്മയ്ക്ക് സർക്കാരിൽ നിന്നും 10 ലക്ഷം രൂപ നമ്മുടെ UDFൻ്റെ പ്രഗത്ഭരായ നേതാക്കൾ വാങ്ങിച്ചെടുക്കുകയും എന്നാൽ ആ ചെക്ക് കളക്ടർ കൊടുത്ത ആ ചെക്ക് 5 ലക്ഷം രൂപയുടെ ചെക്ക് അത് ബാങ്കിൽ കൊടുത്തപ്പോൾ ചെക്ക് മടങ്ങുകയും ചെയ്ത ഒരവസ്ഥയാണ്. ഇവിടെ ഒരു വ്യക്തിയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. ഒരു സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ കളക്ടർ കൊടുത്ത ചെക്ക് മടങ്ങിയപ്പോൾ അത് മനഃപൂർവ്വം ആ പാവപ്പെട്ട സ്ത്രീക്ക് അല്ലെങ്കിൽ ആ മരിച്ചുപോയ സ്ത്രീക്ക് ആ കുടുംബത്തിന് കിട്ടേണ്ടതായ ആ നഷ്ടപരിഹാര തുക മനഃപൂർവ്വം കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമല്ലേ നടത്തിയത് എന്നുള്ള സംശയിച്ചാൽ അതിൽ യാതൊരു തെറ്റുമില്ല. അതുപോലെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില തകർച്ച 50 രൂപയ്ക്ക് 35 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന അരി ഇന്ന് 65 രൂപയായി. അതുപോലെ നിത്യോപയോഗ സാധനങ്ങളുടെ
വില ഉയർന്നു വരിക്കുന്നു. അതുപോലെ അങ്ങോട്ട് കൊടുക്കാനുള്ള സാധനങ്ങൾക്ക് യാതൊരു വിലയുമില്ല. റബ്ബറിൻ്റെ വില കുത്തനെ താണു. ഒരു 200 റബ്ബറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുടുംബം കഴിയാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഭരിച്ചിരുന്ന കാലം. ഇന്ന് അതാണോ? 150 രൂപ 160 രൂപയാണ് 1 കിലോ റബ്ബറിന്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലയിലും കീഴ്പോട്ട് കുത്തി നിൽക്കുന്ന ഈ സർക്കാരിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. നമ്മുടെ ജാഥ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ഈ ജാഥയ്ക്ക് കേരള കോൺഗ്രസ് ജേക്കബ് പാർട്ടിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യ പ്രതിപക്ഷ നേതാവിൻ്റെ സ്വീകരണ റാലി കടന്നു വരികയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകരും ഈ വേദിക്ക് സമീപത്തേക്ക് ചേർന്ന് നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ സ്റ്റേജിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ വേദിക്ക് സമീപത്തേക്ക് കടന്നു നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ സ്റ്റേജിൻ്റെ വലതുവശത്ത് നിൽക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും ഈ വേദിക്ക് മുൻവശത്തേക്ക് കടന്നു നിൽക്കണമെന്ന് അറിയിക്കുകയാണ്. വേദിയുടെ പ്രിയപ്പെട്ട ജാഫർക്ക അവിടെ നിൽക്കുന്നവരോട് ഇങ്ങോട്ട് മുൻവശത്തേക്ക് വരാൻ പറ. ദയവായി നമ്മുടെ പ്രവർത്തകർ ഇരു ഭാഗത്തേക്ക് മാറിയുന്ന ജാഥാംഗങ്ങൾക്ക് കടന്നു വരാനുള്ള വഴി ഒരുക്കി കൊടുക്കണം. പ്രതിപക്ഷ നേതാവ് ഇതാ നമ്മുടെ സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദയവായി പ്രവർത്തകർ അദ്ദേഹത്തിന് വഴിയൊരുക്കി കൊടുക്കണം. അല്ല, നമ്മുടെ ഈ സ്വീകരണ സമ്മേളന പരിപാടി ആരംഭിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് UDFിൻ്റെ ദേവികുളം നിയോജകമണ്ഡലം കൺവീനർ MB സൈനുദ്ദീനെ ക്ഷണിക്കുന്നു. സ്വാഗതം പറയാൻ വിളിച്ചോ, സ്വാഗതം പറയാൻ ഓവാറിനെ വിളിച്ചോ. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്.
ആദ്യമായി യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ദേവികുളം നിയോജക മണ്ഡല UDF കൺവീനർ ശ്രീ ഒ.ആർ. ശശി അവറുകളെ ക്ഷണിക്കുന്നു. സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ദേവികുളം നിയോജകമണ്ഡലം ചെയർമാൻ ഷൈനുദ്ദീൻ, മലയോര ജനതയുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി കഴിഞ്ഞ നിരവധി ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ ജാഥയ്ക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് UDFിൻ്റെ ബഹുമാനായ കൺവീനർ അതുപോലെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കൻ, പ്രിയപ്പെട്ട ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസ്, DCC പ്രസിഡന്റ് അടക്കമുള്ള UDFിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഐക്യജനാധിപത്യ മുന്നണി ഈ ജാഥയിലൂടെ ഉയർത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് ശരിക്കും നല്ല കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സമ്മേളനം ആരംഭിക്കുന്നത് അരമണിക്കൂർ വൈകിയാണ്. അതുകൊണ്ട് ഈ ജാഥയിലൂടെ ഉന്നയിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചും സ്വാഗത പ്രാസംഗ്യൻ എന്ന നിലയിൽ ഞാനൊന്ന് സൂചിപ്പിക്കുന്നില്ല. മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ 25-ാം തീയതി ആരംഭിച്ച ഈ ജാഥയ്ക്ക് ധീരമായ നേതൃത്വം നൽകുന്ന, പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പടക്കളത്തിലിറങ്ങി പടപെട്ടുന്ന അഭിമന്യുവിനെ പോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ധീരമായ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ ഈ നാടിന് വേണ്ടി ഈ സമ്മേളനത്തിലേക്ക് ഞാൻ 1000 സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ UDFിൻ്റെ കൺവീനർ ബഹുമാനനായ MM ഹസൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. MM ഹസനെ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട MLA മോൻ ജോസഫ് നിയമസഭയ്ക്കകത്തും പുറത്തും മലയോര ജനതയുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന MLA ആണ്. മോൻ ജോസഫിനെ ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട നമ്മുടെ ഇടുക്കിയുടെ MP ശ്രീ ഡീൻ കുര്യാക്കോസിനെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോസഫ് വാഴക്കനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് CP മാത്യുവിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. JSSന്റെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി രാജൻ ബാബു സാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. രാജൻ ബാബു സാറിനെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റുമാർ EM അഗസ്തി, റോയ് K പൗലോസ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇബ്രാഹിം കുട്ടി, അതുപോലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ വൈസ് പ്രസിഡന്റ് AK മണി, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി S അശോകൻ, ഈ ജില്ലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന UDFിൻ്റെ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി MN ഗോപി, സുരേഷ് ബാബു, വേദിയിൽ എത്തിയിരിക്കുന്ന മുഴുവൻ UDFിൻ്റെ നേതാക്കന്മാരെ സമയക്കുറവുകൊണ്ട് ഒറ്റവാക്കിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.
അടുത്തതായി ഈ യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി കേരള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ മോൻസ് ജോസഫ് MLA ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ഐക്യജനാധിപത്യ മുന്നണിയുടെ ചെയർമാനും കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവുമായ ശ്രീ VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര അടിമാലിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവர்கள், UDFിൻ്റെ സംസ്ഥാന കൺവീനർ ബഹുമാനനായ ശ്രീ MM ഹസൻ അവர்கள், ഇടുക്കിയുടെ പ്രിയപ്പെട്ട MP ശ്രീ ഡീൻ കുര്യാക്കോസ് MP, പ്രിയപ്പെട്ട നമ്മുടെ മുതിർന്ന നേതാവും കേരള കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ മുൻ മന്ത്രി ഷവലിയ TU കുരുവിളച്ചേട്ടൻ, പ്രിയപ്പെട്ട JSSൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ രാജൻ ബാബു, കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ ജോസഫ് വാഴയ്ക്കൻ, പ്രിയങ്കരായ ഇടുക്കി ജില്ലയിലെ UDFിൻ്റെ സമുന്നത നേതാക്കളെ, സംസ്ഥാന UDFിൻ്റെ വിവിധ ഘടകകക്ഷി നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഐക്യജനാധിപത്യ മുന്നണിയുടെ തീരുമാനപ്രകാരം കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നയിക്കുന്ന മലയോര സമരയാത്ര ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിലൂടെ ഇപ്പോൾ അടിമാലിയിൽ എത്തിച്ചേരുമ്പോൾ കേരളമൊട്ടാകെ മലയോര മക്കൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഏറ്റെടുത്തുകൊണ്ടാണ് UDFിൻ്റെ യാത്ര ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 9 വർഷക്കാലം പൂർത്തിയാക്കുവാൻ പോകുമ്പോൾ, രണ്ടാം പിണറായി സർക്കാർ ഏതാണ്ട് 3.5-4 വർഷമാകുമ്പോൾ കേരളത്തിലെ എല്ലാ മേഖലകളും ജനങ്ങൾ ഇന്ന് ദുരിതത്തിലും പ്രതിസന്ധിയിലൂടെയും കടന്നു പോവുകയാണ്. നിരവധിയായ ദുരിതങ്ങളും അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഇപ്പോൾ വന്യജീവി ആക്രമണത്തിൻ്റെ ദുരന്തപൂർണമായ സാഹചര്യങ്ങൾ കൂടി ഏറ്റെടുക്കേണ്ടി വന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിരവധി ആളുകൾ മരണപ്പെട്ടു, നിരവധി ആളുകൾ അപകടത്തിലായി. ദാരുണമായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും തുടർച്ചയായി സംഭവിക്കുമ്പോഴും നിസ്സംഗതയോടെ കയ്യും കെട്ടി നോക്കിയിരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയാണ്, നടപടികളിലേക്ക് സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ സമരയാത്രയുമായി ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ UDFിൻ്റെ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സമരത്തിന് ആധാരമായ വിഷയങ്ങളെല്ലാം പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും സംസ്ഥാന UDF കൺവീനർ അടക്കം ഇവിടെ സംസാരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനു മുമ്പ് ദീർഘമായ പ്രസംഗങ്ങളിലേക്ക് ഞങ്ങൾ ആരും കിടക്കുന്നില്ല. നമ്മുടെ സംസ്ഥാനത്ത് മലയോര മേഖലയെ കൈവിട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ മലയോര മേഖലയെ ചേർത്ത് പിടിച്ച് മലയോര മക്കൾക്ക് വേണ്ടി സംസാരിക്കാനും പടപൊരുതാനും ഐക്യജനാധിപത്യ മുന്നണി ഉണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഈ യാത്ര കടന്നു വരുമ്പോൾ നിരവധി പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. വന്യജീവി ആക്രമണത്തിൻ്റെ പേരിലുള്ള ദുരന്തങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെയാണ് പട്ടയം കിട്ടാതെ വിഷമിക്കുന്ന എത്രയോ സമരങ്ങളാണ് തുടർച്ചയായി ഐക്യജനാധിപത്യ മുന്നണി തന്നെ ഇടുക്കി ജില്ലയിലെ മലയോര മക്കൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. ഇന്നും പട്ടയ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പട്ടയ പ്രശ്നങ്ങളുടെ പേരിൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് സർക്കാർ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. പേരിന് അവിടെയും ഇവിടെയും 1-2 പട്ടയം കൊടുത്തിട്ട് പട്ടയമേള നടത്തി ജനങ്ങളെ പരിഹസിക്കുന്ന നടപടികളിലൂടെയാണ് ഇടതുപക്ഷ സർക്കാർ കടന്നു പോകുന്നത്. അതുപോലെ തന്നെയാണ് വിലത്തകർച്ച മൂലമുള്ള റബ്ബർ കർഷകരുടെ, നാളികേര കർഷകരുടെ, നാണ്യവിളകളുമായി ബന്ധപ്പെട്ട കൃഷിക്കാരുടെ, എല്ലാ വിഭാഗം കർഷകരുടെയും പ്രയാസങ്ങൾ ഇന്ന് നമ്മൾ നേരിട്ട് കാണുകയാണ്. കാർഷിക മേഖല പരിപൂർണമായിട്ടും തകർന്നിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ CHR പ്രശ്നം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിയമസഭയിൽ നിരന്തരമായി ഉന്നയിച്ചിട്ടും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടും ഇതിലൊന്നും പരിഗണനയില്ലാതെ ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ശക്തമായ ഒരു സമരപരിപാടിയുമായി, ശക്തമായ ഒരു പ്രതിഷേധവുമായി ജനങ്ങൾക്ക് വേണ്ടി രംഗത്ത് വരുവാൻ ഐക്യജനാധിപത്യ മുന്നണി നിലപാടെടുത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്നും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, പ്രിയങ്കരിയായ പ്രിയങ്ക ഗാന്ധി MP അടക്കം വയനാട്ടിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കേരളമൊട്ടാകെയുള്ള മലയോര മക്കൾ നെഞ്ചിലേറ്റുവാങ്ങിയ ഈ സമരയാത്ര ശക്തമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുവാനും നിയമസഭയിൽ കരുത്തുറ്റ നിലയിൽ പ്രതികരിക്കുവാനും എന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനകീയമായി മുന്നോട്ട് പോകുന്ന
കേരളത്തിന്റെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന യാത്രയ്ക്ക് നിങ്ങൾ നൽകിയ ഉജ്ജ്വലമായ വരവേൽപ്പിന് ഇവിടെ അഭിവാദ്യങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഈ മലയോര സമരയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇടുക്കിയുടെ പ്രിയപ്പെട്ട MP ശ്രീ ഡീൻ കുര്യാക്കോസ് അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനരായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, മലയോര സമര ജാഥയുടെ നായകൻ, കേരളത്തിൻ്റെ ഭാവി പ്രതീക്ഷയായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, സംസ്ഥാന UDF-ൻ്റെ കൺവീനർ മുൻ KPCC പ്രസിഡന്റ് ശ്രീ MM ഹസൻ ഉൾപ്പെടെയുള്ള മുഴുവൻ UDF നേതാക്കന്മാർ, സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, നമ്മുടെ നാട് കേരളത്തിൽ തന്നെ ഏറ്റവും രൂക്ഷമായ വന്യമൃഗ ശല്യം നേരിടുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ അനേകം ആളുകൾ രക്തസാക്ഷികളായ മണ്ണാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 90-ലധികം ആളുകളാണ് നമ്മുടെ ഈ ദേവികുളം താലൂക്കും അതിന് പരിസര പ്രദേശങ്ങളിലുമായി കാട്ടാനയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൻ്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണമായി സർക്കാർ രേഖകളിൽ പോലും ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ ജീവിക്കാൻ വയ്യാത്ത പരിതസ്ഥിതിയിലേക്ക് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പലതരത്തിലുമുള്ള കരിനിയമങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇതെല്ലാം നമ്മളിന്ന് അനുഭവിച്ചു തീർക്കുകയാണ്. അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം, പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കാൻ വയ്യാത്ത പരിതസ്ഥിതിയിൽ ഈ നാടിനൊരു വിമോചനത്തിൻ്റെ കാഹള ശബ്ദവുമായിട്ടാണ് ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സമരയാത്രയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതാദ്യമായിട്ടല്ല ശ്രീ വി ഡി സതീശൻ അടിമാലിയുടെ മണ്ണിലേക്ക് ഈ വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കടന്നു വരുന്നത്. ഇപ്പോഴെല്ലാം മലയോര ജനത പട്ടയ പ്രശ്നത്തെ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? 64 റൂൾ അനുസരിച്ചുള്ള പട്ടയ നടപടികൾ മരവിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അതുപോലെ ചട്ടഭേദഗതിയുമായി ബന്ധപ്പെട്ട് 2019 മുതൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതായിട്ടുള്ള വിഷയങ്ങൾ, നമ്മൾ അനുഭവിച്ചു വരുന്ന സ്വത്തുവകകൾ പരിപൂർണമായി എല്ലാ അർത്ഥത്തിലും അന്യാധീനപ്പെട്ടു പോകുന്നത് പോലെ സ്ഥലമുടമസ്ഥനെ പാട്ടക്കാരനാക്കി മാറ്റിക്കൊണ്ട് സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമി മുഴുവൻ പിടിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ, അതുപോലെ സ്വീകരണം കഴിഞ്ഞവർ ദയവായി വേദിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുക. വേദിയിൽ സ്വീകരണം കഴിഞ്ഞവർ ദയവായി വേദിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുക. പ്രിയമുള്ളവരെ, പട്ടയഭൂമിയിൽ പാട്ടക്കാരനായി ഉടമസ്ഥൻ മാറുന്ന സ്ഥിതിയിലേക്ക് ഈ ഗവൺമെന്റിന്റെ പിന്തിരിപ്പൻ നയ സമീപനങ്ങൾ മൂലം ഈ നാട്ടുകാർ മാറുകയാണ്. ഇവിടെ 15 സെന്റിനപ്പുറം വരുന്ന ഭൂമിയിൽ യാതൊരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കാൻ പാടില്ല എന്ന തരത്തിൽ 1500 സ്ക്വയർ ഫീറ്റിനപ്പുറത്തുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്നുള്ള തീട്ടൂരം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതിസന്ധിയിൽ നിന്നും പ്രതിസന്ധിയിലേക്ക് അടിമാലിക്കാരെ മാത്രമല്ല, മൂന്നാറിലെ ജനങ്ങളെ മാത്രമല്ല, ഈ ജില്ലയെ സമ്പൂർണമായി ഇവർ മാറ്റുകയാണ്.
കെട്ടിട നിർമ്മാണ നിരോധന നിയമം അടിച്ചേൽപ്പിച്ചിട്ട് എത്രയോ നാളുകളായി. നമ്മൾ മനസ്സിലാക്കണം, 2016 പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആ കാലഘട്ടം മുതലാണ് ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമെല്ലാം ഇടുക്കിയുടെ മണ്ണിൽ ഉണ്ടായിട്ടുള്ളത്. ബഹുമാനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് 5 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വേളയിൽ, അതിനു മുമ്പ് ബഹുമാനായ ശ്രീ A.K. ആന്റണിയും ബഹുമാനായ ലീഡർ ശ്രീ K. കരുണാകരനുമെല്ലാം ഈ നാടിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇടുക്കിയുടെ മണ്ണിൽ ഈ വിധത്തിലുള്ള പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടെ പട്ടയ വിതരണം ഉൾപ്പെടെ നമ്മൾ ആഗ്രഹിച്ച തരത്തിലുള്ള എല്ലാ നിയമനിർമ്മാണങ്ങളും, ഈ നാടിന്റെ വികസനപരമായ പുരോഗതിയും അതെല്ലാം ഉണ്ടായത് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകളായിരുന്നുവെങ്കിൽ, ഇന്ന് ഈ നാടിനെ സമ്പൂർണ്ണമായി അന്ധകാരത്തിലേക്ക് നയിക്കുന്ന ഒരു ഗവൺമെന്റായി ഇടതുപക്ഷ ഗവൺമെന്റ് മാറിയില്ലേ? അത് ആർക്കാണ് ഇന്ന് നിഷേധിക്കാൻ കഴിയുന്നത്? ഇടതുപക്ഷ പ്രവർത്തകരെ ഉൾപ്പെടെ ഇന്നലകളിൽ 2021 വീണ്ടും ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വരണം, പിണറായി മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിച്ച പലരും ഈ നാട്ടിലുണ്ട്. അതിന് പല കാരണങ്ങളുമായിരിക്കാം, ആ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ അവരെല്ലാം ഇന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാകുന്ന ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഒന്ന് മുടിഞ്ഞു പോകണമേ എന്ന് പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്, ആ തരത്തിലേക്ക് ഈ ഗവൺമെന്റിനെ പരിതപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഇവരുടെ ഈ ദുഷ്ടചെയ്തികൾ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഇന്നിപ്പോൾ 64 റൂൾ അനുസരിച്ച് ഒരു പട്ടയം പോലും നമ്മുടെ നാട്ടിൽ വിതരണം ചെയ്യുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് വിലക്കിയത് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ഈ ഗവൺമെന്റിന് കഴിയുമോ? 2024 ജനുവരി മാസത്തിൽ ആ പട്ടയ നിരോധനം അല്ലെങ്കിൽ പട്ടയം വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഇവിടെ സർക്കാർ അഭിഭാഷകർ കോടതിയിൽ ഒത്തുകളിക്കുകയായിരുന്നു. ആർക്ക് വേണ്ടിയാണ്? അപ്പോൾ ഈ തരത്തിൽ പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ദ്രോഹിക്കുന്ന നടപടികളുമായി ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 93 റൂൾ അനുസരിച്ചുള്ള പട്ടയം CHR മേഖലയിൽ പരിപൂർണമായി ഇന്ന് നിരോധിക്കപ്പെട്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പേരിൽ. എന്തുകൊണ്ടാ? അവിടെ സർക്കാർ അഭിഭാഷകൻ പരിസ്ഥിതി സംഘടനയോട് ഒത്തുകളിച്ചുകൊണ്ട് 93 റൂൾ അനുസരിച്ചുള്ള പട്ടയം പരിപൂർണമായി നിർത്തിവെക്കട്ടെ എന്നുള്ള തരത്തിലേക്ക് സുപ്രീം കോടതി പരാമർശം നടത്തുമ്പോൾ അതിനെ എല്ലാ തരത്തിലും അംഗീകരിക്കുകയായിരുന്നു സർക്കാർ അഭിഭാഷകൻ. ഇവിടെ CHR മുഴുവൻ വനമാണ് എന്ന് പരിസ്ഥിതി സംഘടന വാദിക്കുമ്പോൾ അതിന് ഉപോത്ബലകമായി സാധൂകരണമേകുന്ന വനം വകുപ്പ്, ആ വനം വകുപ്പിനെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരികൾ, വനം വകുപ്പ് മന്ത്രി എല്ലാ നിലയിലും ഏത് തലത്തിലാണ് നമ്മുടെ ഈ നാട് മുഴുവൻ വനമാക്കി. ഇപ്പൊ മൂന്നാറിലെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ തൊഴിലാളികൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇപ്പൊ അടുത്ത നാളിൽ നമ്മൾ കണ്ടതെന്താ? മൂന്നാറും പരിസര പ്രദേശങ്ങളും പരിപൂർണമായി വനമായി ഈ ഗവൺമെന്റ് റിസർവ് ഫോറസ്റ്റായി പ്രഖ്യാപിച്ചു. ചെങ്കുളത്ത് നമ്മൾ കണ്ടു, സൂര്യനെല്ലിയിൽ കണ്ടു, ചിന്നക്കനാലിൽ കണ്ടു. ഇങ്ങനെ എത്രയോ മേഖലകളിൽ ഈ ജില്ല സമ്പൂർണമായി വനമാക്കി മാറ്റി. ഇവിടുത്തെ പാവപ്പെട്ട കൃഷിക്കാരനെയും തൊഴിലാളിയെയും പൂർണ്ണമായി കുടിയൊഴിപ്പിക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇടതുപക്ഷ ഗവൺമെന്റ് അനുവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുന്നു. അവിടെയെല്ലാം ആശ്വാസ കവചവുമായി ഇടുക്കിയെ പരിപൂർണമായി നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും പോരാട്ടത്തിന്റെ തേര് തെളിക്കുന്ന നായകനാണ് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ എന്ന അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിയമസഭയിൽ ഈ വിഷയങ്ങളെല്ലാം അധികരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള സബ്മിഷനുകളും അടിയന്തര പ്രമേയങ്ങളും നമ്മൾ കണ്ടവരാണ്, കേട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബഹുമാനനായ പ്രതിപക്ഷ നേതാവിനോടും ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് സമാഗതമാവുകയാണ്. ഇടുക്കിയിലെ ജനങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കേട്ട് മടുത്തവരാണ്. ഈ മണ്ണിൽ ജീവിക്കാൻ വയ്യാത്ത സ്ഥിതിയാണ് എന്ന് എത്രയോ പ്രാവശ്യം പരിതപിച്ചവരാണ് നമ്മൾ. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും എന്തായിരുന്നോ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചത്, അതേ തരത്തിൽ തന്നെ അതിശക്തമായ ജനവികാരം അലയടിക്കുന്ന ആ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ ഈ നാടിന് ഒരു ഭരണമാറ്റം അത് സംജാതമാകുമെന്നും അതിലൂടെ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ കടന്നു വരുമ്പോൾ ഈ നാടിന് ഒരു വിമോചനം അത് സാധ്യമാകുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ ആ സംശയത്തിന് അടിസ്ഥാനമില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷം ഈ നാടിനെ സമ്പൂർണമായി അന്ധകാരത്തിലേക്ക് തള്ളിവിടുമ്പോൾ അതിന്റെ വിമോചന ശബ്ദവുമായി ഐക്യജനാധിപത്യ മുന്നണി ഇവിടെ സമാഗതമാവുകയാണ്. ഈ നാടിന്റെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ഈ നാടിന്റെ നിർമ്മാണ നിരോധനം എടുത്തു കളയാൻ,
ഈ നാടിൻ്റെ എല്ലാ തരത്തിലും നമ്മളെ ദുരിതപൂർണ്ണമാക്കി എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട വന്യജീവി ആക്രമണം അതുണ്ടാവാതിരിക്കാൻ നമ്മുടെ വനാതിർത്തിയെ പരിപൂർണമായി അവിടുത്തെ ജനവാസ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ, കർഷകരുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാൻ വേണ്ടിയതായ ശക്തമായ നടപടികളുമായി ഐക്യജനാധിപത്യ മുന്നണി ഈ നാടിനോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന മലയോര സമര യാത്രയെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശന് വേണ്ടി വഴിമാറിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന UDF കൺവീനർ മുൻ മന്ത്രിയുമായ ശ്രീ എം എം ഹസൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ സൈനുദ്ദീൻ, മലയോര സമരജാഥയുടെ നായകൻ, ജനാധിപത്യ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നായകൻ, പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, ഈ ജാഥയിലുടനീളം പങ്കെടുക്കുന്ന കേരള കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ മോൻസ് ജേക്കബ് MLA, JSSൻ്റെ നേതാവ് അഡ്വക്കേറ്റ് രാജൻ ബാബു, KDPയുടെ നേതാവ് ശ്രീ ജോസ് മോൻ, കേരള കോൺഗ്രസിൻ്റെ മുൻ മന്ത്രി ശ്രീ TU കുരുവിള, മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ AMA ഷുക്കൂർ, ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള മുൻ DCC പ്രസിഡന്റന്മാർ EM അഗസ്തി, അതുപോലെ തന്നെ റോയ് K പൗലോസ്, കുട്ടിക്കല്ല നമ്മുടെ ആളുടെ പേര് റോയ് K പൗലോസ്, ഇബ്രാഹിം കുട്ടി കല്ലാർ, മുൻ UDF ചെയർമാൻ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അശോകൻ, ഈ വേദിയിലുള്ള ഘടകകക്ഷികളുടെ മറ്റ് ബഹുമാന്യ മുൻ DCC പ്രസിഡന്റ്, പ്രധാന ആളിനെ വിട്ടുപോയി, വന്യമൃഗങ്ങളുടെ നേരെ ആക്രമിക്കാൻ വന്നപ്പോൾ നേരിട്ട് നിന്ന് ഗർജിച്ച നമ്മുടെ DCC പ്രസിഡന്റ് ശ്രീ CP മാത്യു, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സഹോദരിമാരെ, UDF ജില്ലാ കൺവീനർ ശ്രീ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, മറ്റ് നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഞങ്ങൾ മലയോര ജനതയുടെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടവുമായി 7 ദിവസം മുമ്പ് ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ നിന്ന് ആരംഭിച്ച മലയോര സമരയാത്രയാണ് ഇടുക്കി ജില്ലയിൽ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കടന്നു വന്ന വഴികളിലെല്ലാം ഞങ്ങൾ പങ്കെടുത്ത അത്യുജ്വലമായ സമ്മേളനങ്ങൾ ഒരു കാര്യം വിളിച്ചറിയിക്കുന്നു, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ഏറ്റവും അതീവ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം നേരിടുന്ന നമ്മുടെ മലയോരത്തെ കൃഷിക്കാരുടെയും ജനങ്ങളുടെയും ദുരിതാവസ്ഥ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 1000-ഓളം ആളുകളെ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഒട്ടനവധി ആളുകൾക്ക് പരിക്കേറ്റു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി. കാർഷിക രംഗത്ത് മലയോര മേഖലയിലും കേരളത്തിലുടനീളം കൃഷിക്കാരനുഭവിക്കുന്ന ദുരിതം ഇവിടെ ശ്രീ ഡീൻ കുര്യാക്കോസ് സംസാരിച്ചു. ഇടുക്കിയിൽ റവന്യൂ പ്രശ്നങ്ങളുടെ പേരിൽ നിരന്തരമായി നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 8 കൊല്ലമായി. 8 കൊല്ലം മുമ്പ് ഞാൻ ഓർമ്മിക്കുകയാണ്, അന്ന് DCC പ്രസിഡന്റ് നടത്തിയ ഉപവാസം, അതിനുശേഷം CP മാത്യു നടത്തിയ ഉപവാസം, നമ്മുടെ MP നേതൃത്വത്തിൽ നടന്ന UDF നേതൃത്വത്തിൽ എത്ര സമരങ്ങളാണ് ചെയ്തത്. ഈ പ്രശ്നങ്ങൾ പ്രധാനമായി ഞങ്ങൾ അന്ന് ഉയർത്തിയ 3-4 പ്രധാന പ്രശ്നങ്ങൾ നിലവിലുള്ള ഇടുക്കിയിലും വയനാട്ടിലുമുള്ള മറ്റ് ഭൂപ്രശ്നങ്ങളോടൊപ്പമാണ് അതിപ്രധാനമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം ആരംഭിച്ചത്. വനനിയമ ഭേദഗതി ബിൽ പിൻവലിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം. നിങ്ങൾക്കെല്ലാം അറിയാം, അനധികൃതമായി വനത്തിൽ കയറുന്ന ആളുകളെ
വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു കരി നിയമം കൊണ്ടുവന്നു. നിയമസഭയിൽ അത് പാസ്സാക്കില്ല എന്ന് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അത് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം UDF ആവശ്യപ്പെട്ടപ്പോൾ അതിന് യാതൊരു പ്രതികരണവുമില്ലാതെ 17-ാം തീയതി തുടങ്ങുന്ന നിയമസഭയിൽ അവതരിപ്പിക്കാനിരിക്കുകയായിരുന്നു. UDF സമരം പ്രഖ്യാപിച്ചതോടുകൂടി ഈ ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാനാവാതെ ആ നിയമ ഭേദഗതി അവർ ഉപേക്ഷിച്ച് ഒളിച്ചോടുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. പിന്നീട് ഞങ്ങൾ ഉയർത്തിയത് 3 ഗുരുതരമായ പ്രശ്നങ്ങൾ. മലയോര മേഖലയിൽ ഇപ്പോൾ അനുദിനം വർദ്ധിച്ചു വരുന്ന വന്യജീവി ആക്രമണം. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം പ്രതിപക്ഷ നേതാവും ഇവിടെ സംസാരിക്കാനുണ്ട്. 1000-ഓളം ആളുകൾ കൊല്ലപ്പെട്ടത് ഞാൻ പറഞ്ഞു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം വന്നു. ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. എങ്ങനെ ശാശ്വത പരിഹാരം ഉണ്ടാവും? ഞങ്ങൾ പ്രത്യേകമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളും ശാശ്വത പരിഹാരവും സർക്കാരിൻ്റെ മുമ്പിൽ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ സമരമല്ല. മലയോരത്ത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം സ്ഥാപിക്കാൻ, മരണഭീതി കൊണ്ട് മരണത്തെ മുഖാമുഖം നോക്കി ഓരോ നിമിഷവും നീറി മരിച്ചുകൊണ്ടിരിക്കുന്ന മലയോരവാസികളെ അവർക്ക് ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന നൽകുന്നു. മാന്യമായി സമാധാനമായി ജീവിക്കാനുള്ള അവകാശം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ്. ആ അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വന്യമൃഗ ആക്രമണത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ കഴിയില്ലേ? തീർച്ചയായിട്ടും കഴിയും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. UDF ആവശ്യപ്പെട്ടു നിയമസഭയിൽ 1972 വന്യജീവി സംരക്ഷണ ആക്ട്, അത് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയതാണ്. ആ ആക്ട് പ്രകാരം വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ ആ മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം വനപാലകരിൽ ചീഫ് വൈൽഡ് വാർഡന് ആ നിയമം കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? ഈ വനഭേദഗതി നിയമം പിൻവലിക്കുമ്പോൾ പറഞ്ഞു അത് അവ്യക്തമാണ്, അത് നടപ്പിലാക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞത് ആ നിയമത്തിൽ 6 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, കമ്മിറ്റി ചർച്ച ചെയ്യണം, വെടിവെക്കാനുള്ള ഉത്തരവിന് കാത്തിരിക്കണം. അതെല്ലാം ശുദ്ധമായ നോളായ അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി നിയമം വായിച്ചിട്ടില്ല, വനം വകുപ്പ് മന്ത്രി നിയമം മനസ്സിലാക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ പറഞ്ഞല്ലോ 72 ആക്ട് അനുസരിച്ചല്ലേ ഈ വന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലേ തമിഴ്നാട്ടിൽ അവിടുത്തെ DMK സർക്കാർ, സ്റ്റാലിൻ്റെ സർക്കാർ ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടത്. ഇവിടുത്തെ സ്ഥിതി നിങ്ങൾക്കറിയാമോ? മുഖ്യമന്ത്രി അതൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ ഈ കടന്നു വരുന്ന വഴിയിൽ ആക്രമണങ്ങൾ കൊണ്ട് മരിച്ചവരുടെ വീടുകൾ കയറി വരിക. ഞങ്ങൾ മാനന്തവാടിയിൽ എത്തുന്നതിന് 2-3 ദിവസം മുമ്പ് മാനന്തവാടിയിലെ പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന ഒരു ആദിവാസി സ്ത്രീ കാപ്പിക്കുരു പറക്കാൻ പോയി. വീട്ടിൽ നിന്നൊരു 1.5-2 കിലോമീറ്റർ അകലെയാണ് വനത്തിലേക്ക് പോയത്. അവരെ കടുവ കടിച്ചവരുടെ തല കടിച്ച് തിന്ന് ആ മൃതശരീരം കാട്ടിലേക്ക് ആ കടുവ വലിച്ചഴിച്ചു കൊണ്ടുപോയ വാർത്ത നിങ്ങളെല്ലാം വായിച്ചു. ഇതന്വേഷിച്ച് ആദ്യം അവിടുത്തെ MLA മന്ത്രിയാണ്, അദ്ദേഹം പോയി. അദ്ദേഹത്തിന് കാല് കുത്താൻ ജനങ്ങൾ അനുവദിച്ചില്ല. സാക്ഷാൽ വനംവകുപ്പ് മന്ത്രി വന്നു, അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ ഇറങ്ങണമെങ്കിൽ ഈ രാധയെ കടിച്ച കടുവയെ വെടിവെക്കാൻ ഉത്തരവിടണം. ഇതുവരെ ഉത്തരവിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ഉത്തരവിട്ടു. കടുവ ചത്തു. എങ്ങനെയാണ് ചത്തത് എന്നതിനെക്കുറിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വ്യത്യസ്തമായ വാർത്തകൾ കൊടുത്തു. കടുവയെ മറ്റൊരു കടുവ കടിച്ച്, കടുവയെ കിടുവ കടിച്ചു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മറ്റൊരു കടുവ കടിച്ച് കൊന്നു എന്നാണ് പത്രവാർത്ത. ഫോറസ്റ്റ് അധികൃതർ പറഞ്ഞ് ഞങ്ങൾ വെടിവെച്ച് കൊന്നു, കടുവ ചത്തു. ഇപ്പോൾ 5 കടുവകളാണ്. ഞങ്ങളവിടെ പോയപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒന്നിച്ച് ഞങ്ങളെല്ലാവരും ഈ രാധയുടെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു 5 കടുവ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാൻ കേന്ദ്ര നിയമം അനുവദിക്കുന്നില്ല, ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പം എങ്ങനെ വെടിവെക്കാൻ ഉത്തരവിട്ടു? കാരണം തറയിൽ കാല് ചവിട്ടാൻ ജനങ്ങൾ അനുവദിച്ചില്ല. ജനരോഷം ആളിക്കത്തി. ഇത് നേരത്തെ ഉത്തരവ് കൊടുത്തിരുന്നുവെങ്കിൽ സുൽത്താൻ ബത്തേരിയിൽ എത്ര സ്ഥലങ്ങളിൽ മറ്റേ നമ്മുടെ ആറളത്ത് 17 ആളുകളാണ് ഈ ആന ചവിട്ടിക്കൊന്നത്.
മതമിളകി വരുമ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുമ്പോൾ വനം വകുപ്പ് മന്ത്രി പറയുന്നത് എന്താണ്? മയക്കുവെടി വയ്ക്കാനും ഞങ്ങൾക്ക് പ്രത്യേകം ആലോചിക്കണം. മയക്കുവെടി വെച്ചു. ഈ മയക്കുവെടി വെച്ച മന്ത്രിയുടെ മുമ്പിൽ വനവാസികളായ ആളുകൾ പോയി പറഞ്ഞെന്താ? അദ്ദേഹം ചോദിച്ചത്, ഞാൻ മന്ത്രിയായപ്പോഴാണോ ഈ ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെ ആളുകളെ ആക്രമിക്കാൻ വരുന്നത്? അപ്പോഴാണ് നമ്മുടെ അഭിവന്ദ്യനായ ഒരു മതാധ്യക്ഷൻ പറഞ്ഞു, മയക്കുവെടി വയ്ക്കേണ്ടത് ആനയേക്കാൾ ആദ്യം ഈ വനം വകുപ്പ് മന്ത്രിയാണ്. കാരണം അദ്ദേഹം ആനയുടെ, കടുവയുടെ, പുലിയുടെ ആക്രമണത്തെക്കുറിച്ച് പറയാൻ പോകുമ്പോൾ അദ്ദേഹം ഏതാണ്ട് മയക്കുവെടി കൊണ്ട് ആനയെ പോലെ ഇരിക്കുക, ഒരു പ്രതികരണവുമില്ല. അത്രമാത്രം നിരുത്തരവാദപരമായ, മനുഷ്യത്വമില്ലാത്ത ഈ മരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവരുടെ ജീവൻ രക്ഷിക്കാൻ സർക്കാരിന് അവകാശമില്ലേ? നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാമല്ലോ, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട പോലീസും ഗവൺമെൻറ്റുമാണ് ഇവിടെ പിരിക്കുന്നത്. വനപ്രദേശങ്ങളിൽ അതിനേക്കാൾ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം നമ്മുടെ ഭൂവിസ്തൃതിയുടെ 1/3 വനമാണ്. 30 ലക്ഷം ആളുകളാണ് മലയോരത്ത് ജീവിക്കുന്നത്. അവരുടെ ജീവന് സുരക്ഷിതത്വം നൽകാൻ ശക്തമായ നടപടി സ്വീകരിക്കാൻ ചുമതലയുള്ള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ തികഞ്ഞ ഉദാസീനതയല്ല, അക്ഷന്തവ്യമായ അപരാധമാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ആദ്യത്തെ ആവശ്യം വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കാൻ, മലയോര കർഷകരെ രക്ഷിക്കാൻ ഏതെങ്കിലും നിയമത്തിൽ മാറ്റം വേണമെങ്കിൽ മാറ്റം വരുത്തണം. ഈ നിയമത്തിൽ 72 നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്താൻ UDFിൻ്റെ ജയിച്ചുപോയ 18 MPമാരും ഒറ്റക്കെട്ടായി ശ്രമിക്കുമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ യാത്രയ്ക്കിടയിൽ മേപ്പാടിയിൽ വന്ന യോഗത്തിൽ പ്രഖ്യാപിച്ചു. ഈ വരാൻ പോകുന്ന ഇപ്പോൾ ഡീൻ കുര്യാക്കോസൊക്കെ എത്രയോ പ്രാവശ്യം പാർലമെന്റിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. ഇവരെല്ലാം ഒറ്റക്കെട്ടായി ആ നിയമത്തിന് ഭേദഗതി വരും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ രാജൻബാബു സംസാരിച്ചു, അദ്ദേഹം പറഞ്ഞു കാണും, നമ്മളെ ഒരാൾ ആക്രമിക്കാൻ വന്നാൽ പോലീസില്ല, ആരും രക്ഷിക്കാനില്ല. ആത്മരക്ഷാർത്ഥം, സെൽഫ് ഡിഫൻസിന് നമുക്ക് ഈ ആക്രമിക്കാൻ വരുന്നവരെ വെടിവയ്ക്കാം, കമ്പി കൊണ്ട് അടിച്ചു കൊല്ലാം, കയ്യിൽ കിട്ടിയത് കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താം. ഇന്ത്യൻ ശിക്ഷാ നിയമം അങ്ങനെ കൊല്ലുന്ന ആളിന് കൊലക്കുറ്റത്തിന് കേസെടുക്കില്ല. സെൽഫ് ഡിഫൻസ്, ആത്മരക്ഷാർത്ഥം, അത് നാട്ടിൽ മാത്രം മതിയോ? വനത്തിലും വേണ്ടേ? അതുകൊണ്ട് വനത്തിൽ ഈ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുന്നു. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് പ്രതിപക്ഷ നേതാവ് പറയും. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ UDFിൻ്റെ സർക്കാരുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഈ വന്യമൃഗങ്ങൾ ഇതുപോലെ ആക്രമണം ഉണ്ടായോ? ഇത്രയും ആളുകൾ മരണമടഞ്ഞു. പിണറായി അധികാരത്തിൽ വന്നതോടുകൂടി ആടും കടുവയും പുലിയും എല്ലാം നേരെ ഇങ്ങോട്ടിറങ്ങി. കാരണം അവരുടെ ആത്മബന്ധുവാണ് കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്ന മുഖ്യമന്ത്രി, ഇല്ലേ? പിണറായി ഒരു കാലത്ത് ആളുകളൊക്കെ പറഞ്ഞു പുലിയാണ്, പിന്നെ ചിലർ പറഞ്ഞു സൂര്യനാണ്, തൊട്ടാ കരിഞ്ഞു പോവും. ചിലർ പറഞ്ഞു ദൈവമാണ്. സൂര്യനും ദൈവവും പുലിയുമായ മുഖ്യമന്ത്രിക്ക് ഈ കടുവയുടെ, പുലിയുടെ ആക്രമണത്തിൽ നിന്ന് മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയില്ലേ? ഈ നിയമം എന്തുകൊണ്ട് നേരത്തെ നടപ്പിലാക്കിയില്ല? ഏതാണ് ആ നിയമം ഭേദഗതി വരുത്തണം. അതുപോലെ തന്നെ ഈ ആത്മരക്ഷാർത്ഥം വെടിവെക്കാൻ സാധാരണ ജനങ്ങൾക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് നൽകുന്ന അവകാശം വനമേഖലയിലെ ആളുകൾക്ക് കൊടുക്കണം. നിങ്ങളുടെയൊക്കെ കയ്യിൽ ഓരോ തോക്കുണ്ടാവണം, വെടിവയ്ക്കാനുള്ള അധികാരം തരണം, നിങ്ങൾക്ക് തോക്ക് ലൈസൻസ് തരണം. ഇതൊക്കെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. കാരണം ചീഫ് വൈൽഡ് വാർഡൻ വരുന്നത് വരെ കാത്തു നിന്നാൽ മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ കൊല്ലാൻ വരുന്ന ആന അവിടെ ചീഫ് വൈൽഡ് വാർഡൻ വരുന്നവരെ കാത്തു നിൽക്കുമോ? അപ്പം ഇതിനിപ്പോൾ കാട്ടുപന്നിയെ വെടിവയ്ക്കാൻ അധികാരം കൊടുത്തതുപോലെയല്ല, വ്യക്തമായ അധികാരം. കാട്ടുപന്നിയെ വെടിവയ്ക്കാൻ അധികാരം കൊടുത്തു, അവർക്ക് തോക്ക് ലൈസൻസ് ഇല്ല, വെടിവെച്ച് കഴിഞ്ഞാൽ അതിനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കണമെന്നൊക്കെയാണ്. അതിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അമർശമുണ്ട്. വ്യക്തത വരുത്തിക്കൊണ്ട് കേന്ദ്ര നിയമത്തിൽ വ്യക്തമായി ഈ കാട്ടുമൃഗങ്ങളെ ആക്രമിക്കാൻ വരുമ്പോൾ കൊല്ലാനുള്ള അവസ്ഥ കൊടുക്കണം. കർഷകരെ, കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം കാണണം. വലിയ വിഷയമാണ്, ദീർഘമായി പറയും പ്രതിപക്ഷ നേതാവ്. ഇവിടെ മലയോര മേഖലയിലുള്ള കൃഷിക്കാർ, അല്ലെങ്കിൽ തന്നെ കാർഷിക രംഗത്ത് നമുക്ക് ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല. നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസത്തിലുമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ കൃഷിനാശം സംഭവിക്കുന്നത് മൂലമുണ്ടാകുന്ന ഇവരുടെ എല്ലാം വരുമാന നഷ്ടം. അപ്പം ഇതിന് പരിഹാരമുണ്ടാവണം. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ബഫർ സോണിൻ്റെ കാര്യത്തിൽ
1.5 കൊല്ലം മുമ്പ് സുപ്രീം കോടതി ഉത്തരവിട്ടതാണ്. ബഫർ സോൺ 0 പോയിന്റിലേക്ക് കൊണ്ടുവരണം. അത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഉടൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടി വന്നു. ഇവിടെ ചില ആളുകൾ പറഞ്ഞു ഇത് 3 പറഞ്ഞിട്ടുള്ളൂ. മൂന്നാറിലെ 13 വില്ലേജുകളിലെ നിർമ്മാണ നിരോധനം പൂർണ്ണമായി പിൻവലിക്കാൻ വേണ്ടി 8 കൊല്ലമായി നമ്മൾ സമരം നടത്തിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു. പട്ടയഭൂമിയിലെ നിർമ്മാണങ്ങൾ നിരുപാധികം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എത്ര സമരം നടത്തി. അവരിൽ നിന്ന് ഫീസ് ഈടാക്കണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാനാവില്ലെന്ന് നമ്മൾ പറഞ്ഞു. അഴിമതി നടത്താൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പട്ടയഭൂമിയിലെ നിർമ്മാണങ്ങൾ അനധികൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് പട്ടയ വിതരണം നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടെ MP വളരെ വിശദമായി പറഞ്ഞു. റൂൾ 64 അനുസരിച്ച് കൊടുക്കുന്ന പട്ടയങ്ങൾ നിർത്തിവെക്കാൻ ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ ഗവൺമെൻറ് നിശബ്ദത പാലിക്കുകയാണ്. എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. അതോടൊപ്പം CHRൻ്റെ കാര്യവും അദ്ദേഹം പറഞ്ഞു. സ്ഥലത്തിൻ്റെ ഉടമാവകാശ റവന്യൂവിന് അവിടെ മരം മുറിക്കാൻ അവകാശമില്ല. അതും കോടതിയിൽ വന്നപ്പോൾ അതിന് നേരെയും നിശബ്ദത പാലിച്ചു. അതുകൊണ്ട് അതിൻ്റെ അടുത്ത ഭാഗം പ്രതിപക്ഷ നേതാവ് പറയും. ഇതെല്ലാം അവസാനിപ്പിക്കും, ഒരു സംശയവും വേണ്ട. ഇതെല്ലാം മലയോര ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിനും വന്യജീവി ആക്രമണത്തിനുൾപ്പെടെ അവസാനം അന്ത്യം കുറിക്കാൻ വേണ്ടിയുള്ള ഈ പോരാട്ടം, ഇത് വിജയം കണ്ടേ ഈ പോരാട്ടം അവസാനിക്കൂ. വിജയം വരെ ഈ സമരയാത്രയിൽ പങ്കാളികളാകാൻ ഇവിടെ ഇടുക്കിയിലെ എല്ലാ മലയോര കർഷകരെയും ജനങ്ങളെയും ഞങ്ങൾ അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദനങ്ങൾ. അടുത്തതായി യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചോളും. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ സൈനുദ്ദീൻ, UDFൻ്റെ സംസ്ഥാന കൺവീനർ ശ്രീ MM ഹസൻ ഉൾപ്പെടെയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, പ്രിയപ്പെട്ട MP ശ്രീ ഡീൻ കുര്യാക്കോസ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മലയോര സമരയാത്ര ഒരു രാഷ്ട്രീയ ജാഥയാണ്. ഇവിടെ സംസാരിച്ച നേതാക്കന്മാരെല്ലാവരും നിങ്ങളോട് വളരെ വിശദമായി ഈ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞു. മലയോരത്ത് ജീവിക്കുന്ന, വനാതിർത്തികളിൽ ജീവിക്കുന്ന പാവപ്പെട്ട കർഷകരെയും ജനങ്ങളുടെയും സങ്കടങ്ങളെയും ദുരിതങ്ങളെയും അവരനുഭവിക്കുന്ന വിഷമങ്ങളെയും എല്ലാം ഉയർത്തിക്കാട്ടി അത് കേരളത്തിൻ്റെയും കേന്ദ്രത്തിലെയും ഗവൺമെൻറ്റുകളുടെ മുമ്പിലെത്തിച്ച് ഈ സംസ്ഥാനത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, ഒന്നാമത്തെ പരിഗണന കൊടുക്കേണ്ട ഒരു വിഷയമാക്കി മാറ്റാൻ ഈ യാത്രയ്ക്ക് കഴിയും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 3.5 വർഷക്കാലം കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഉന്നയിച്ചിട്ടുള്ളത് മലയോരത്തെ കർഷകരുടെ സങ്കടങ്ങളാണ്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും വല്ല സംശയം ഉണ്ടെങ്കിൽ ഞാൻ അവർക്ക് അയച്ചു തരാം. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നത് ഈ മലയോരത്തെ പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞാൽ തീരദേശത്തെ പാവങ്ങളുണ്ട്. 2 എക്സ്ട്രീമിലാണ്, 2 ധ്രുവങ്ങളിലാണ്. പക്ഷേ ഇതുപോലെ തന്നെ സങ്കടമുള്ളവരാണ് അവർ. ഈ 2 വിഷയങ്ങളാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ മോൻസി ജോസഫ് അടക്കമുള്ള MLA മാരിരിക്കുന്നു. ഒരു സെഷനിൽ പോലും മലയോരത്തെ ഈ വിഷമങ്ങൾ പറയാതെ ഒരു നിയമസഭാ സമ്മേളനവും ഞങ്ങൾ പോയിട്ടില്ല. നിരവധി പ്രാവശ്യം. പക്ഷെ നിസ്സംഗതയാണ്, ഒരു പ്രതികരണവുമില്ല. ഇപ്പോൾ വനാതിർത്തികളിൽ ഞങ്ങൾ പോയല്ലോ, ഭീതിയിലാണ്, പേടിയാണ്. രാത്രി ഒരു കരിയിലനങ്ങിയാൽ പേടിയാണ്. ബത്തേരി ഞങ്ങൾ ചെന്നപ്പോൾ പറഞ്ഞത് 5 കടുവ ഇറങ്ങിയിരിക്കുകയെന്നാ. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുമോ? പുല്ല് പറിക്കാൻ പോകാൻ പറ്റുമോ? ആശുപത്രിയിൽ പോകാൻ പറ്റുമോ? ഒന്ന് കൃഷി മുഴുവൻ നശിച്ചു. പശുവിനെ കടന്നാണ് മിക്കവാറും പേര് ജീവിക്കുന്നത്.
കറന്ന പാല് കൊണ്ടുപോയി സൊസൈറ്റി കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ? പേടിയാണ്, ഭയമാണ്. ഞങ്ങൾ വയനാട്ടിൽ ചെന്നപ്പോൾ 9 പേരെയാണ് കടുവ കൊന്നത്. ആറളത്ത് ചെന്നപ്പോൾ 17 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഈ ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ എത്ര പേരെയാണ് വന്യമൃഗങ്ങൾ ആക്രമിച്ചത്? കൃഷി നടത്താൻ പറ്റുമോ? എന്നിട്ട് നിയമസഭയിൽ ഗവർണറുടെ പ്രസംഗത്തിൽ സർക്കാർ എഴുതി വച്ചിരിക്കുക കേരളത്തിൽ വന്യജീവി ആക്രമണം കുറഞ്ഞു വരികയാണ്. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്? സർക്കാർ തന്ന കണക്കുണ്ട് ഞങ്ങളുടെ കയ്യിൽ. കഴിഞ്ഞ 2018 മുതൽ 60,000-ത്തിലധികം വന്യജീവി ആക്രമണങ്ങൾ കേരളത്തിൽ. മരിച്ചത് എത്ര പേരാ? 1000-ത്തിലധികം ആളുകൾ മരിച്ചു. 8,000-ത്തിലധികം ആളുകൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമുണ്ടായി. ഇതാ കണക്ക്. എന്നിട്ടോ ഇപ്പോൾ കാർഷിക മേഖലയിൽ സാധാരണ എന്താ, ചേന, ചേമ്പ്, കപ്പ ഒക്കെ ഇടും. ഇപ്പോൾ ഇടാൻ പറ്റുമോ? കിഴങ്ങ് കൃഷി പന്നി വന്ന് എല്ലാം നശിപ്പിക്കും. കിഴങ്ങ് കൃഷി ഇല്ല. വാഴ ആന നശിപ്പിക്കും. തെങ്ങിൽ കുരങ്ങൻ കയറി മഞ്ഞങ്ങ പരുവത്തിൽ തേങ്ങ ഇട്ടുകൊണ്ട് പോവും. ഒരു തരത്തിലുള്ള കൃഷിയും പറ്റുന്നില്ല. ഞങ്ങൾ ഇന്നലെ ആതിരപ്പള്ളിയിൽ പോയപ്പോൾ ഒരു പറമ്പിലെ പ്ലാവ് മുഴുവൻ വെട്ടി മാറ്റുക. കാരണം ചക്കയുണ്ടായ ആന വരും. വാഴ വേണ്ട, വാഴ കൃഷി ഉപേക്ഷിച്ചു. പ്ലാവ് വേണ്ട, ഒരു ഫ്രൂട്ട് പ്ലാന്റും ചെയ്യാൻ പറ്റില്ല. പിന്നെ റംബുട്ടാൻ വെച്ചാൽ മലയെണ്ണാൻ വന്ന് റംബുട്ടാൻ കൊണ്ടുപോകും. ഒരു തരത്തിലും പറ്റുന്നില്ല. ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുകയാണ് മലയോരത്ത്. ജപ്തി നോട്ടീസുകൾ. ദേശസാൽകൃത ബാങ്കുകൾ, ഷെഡ്യൂൾഡ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ എല്ലാ സ്ഥലത്തിൽ നിന്നും എവിടെന്നാ കൊടുക്കുന്നത്? കടം മേടിച്ചാൽ സാധാരണ കൃഷി ഇറക്കും, ഉൽപ്പന്നം വിറ്റ് കട അടയ്ക്കും, എന്നിട്ട് അടുത്ത കൃഷി ഇറക്കാൻ ആ പണം ഉപയോഗിക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കീടനാശിനിയുടെ വില കൂടി, വളത്തിൻ്റെ വില കൂടി, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില ഇടിയും. ഇതല്ലേ നടക്കുന്നത്? ഇതല്ലേ മലയോരത്തെ സങ്കടം എന്ന് പറയുന്നത്? ആ മലയോരത്തെ സങ്കടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഇടുക്കി ജില്ലയിലാണ്. കാരണം ഇടുക്കി ജില്ലയിൽ ഇതൊന്നും കൂടാതെ ഇഷ്ടം പോലെ ഭൂമി പ്രശ്നങ്ങളാണ്. ഞാൻ വനസംരക്ഷണത്തിനെതിരായിട്ടുള്ള ആളല്ല, ഒരാളും തെറ്റിദ്ധരിക്കണം. വനസംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ്. പക്ഷെ കേരളത്തിൻ്റെ ഭൂവിസ്തൃതിയുടെ 29.1% വനമാണ്. ഇന്ത്യയിലെ വനത്തിൻ്റെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് കേരളത്തിൽ വനം. പിന്നെ ഒന്നുകൂടിയുണ്ട്, ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം. ജനങ്ങൾ ജീവിക്കണ്ടേ? ഇനി എന്തിനാണ് വനാതിർത്തി വികസിപ്പിക്കുന്നത്? ഇനി എന്തിനാണ് പുതിയ വനം? 2 പ്രാവശ്യമായി ഇടത് സർക്കാരുകൾ ഈ ഇടുക്കി ജില്ലയിൽ മാത്രം റിസർവ് ഫോറസ്റ്റ് ആക്കി മാറ്റിയത് 19,000 ഏക്കർ ഇല്ലേ? 2009 17,000 ഏക്കർ. ഇപ്പം ഈ 3-4 കൊല്ലം കൊണ്ട് 12 ചിന്നക്കനാലിൽ ഉൾപ്പെടെ 12,000 ഏക്കർ വീണ്ടും വനഭൂമിയായി നോട്ടിഫൈ ചെയ്തിരിക്കുക. അപ്പോൾ അവിടെ ജീവിക്കുന്ന മനുഷ്യരെങ്ങോട്ട് പോവും? അതുപോലെ ബഫർ സോൺ നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഇഷ്ടമുള്ള നിർദ്ദേശം സമർപ്പിക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 1 കിലോമീറ്റർ ബഫർ സോൺ ആവാം. തമിഴ്നാട് എന്താ പറഞ്ഞത്? തമിഴ്നാട് പറഞ്ഞത് 0 ബഫർ സോൺ അല്ലേ? എന്നിട്ട് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിച്ച് ആ വിഷയം ഒന്ന് തീർക്കണ്ടേ? ഇവിടെ ഇപ്പോൾ 2 കോടതി വിധികളാണ്. ഒന്ന് ഹൈക്കോടതി വിധിയും 2 സുപ്രീം കോടതി വിധിയും. ഹൈക്കോടതി വിധി 64 അല്ലേ റൂൾ അനുസരിച്ച് പട്ടയ വിതരണം നടത്തണ്ട. എന്താ ആ ഹൈക്കോടതി വിധി ഉണ്ടാകാൻ കാര്യം? ഈ ഗവൺമെൻറ് ലീഡർമാരും സർക്കാർ വക്കീലന്മാരും ഒത്തുകളിച്ചതാണ്. എന്താ കോടതിയുടെ പ്രശ്നം? എന്താ? കുടിയേറ്റക്കാർ ഉണ്ട് അല്ലേ, കയ്യേറ്റക്കാരും ഉണ്ട്. കയ്യേറ്റക്കാരെ കുടിയേറ്റക്കാരെ 2ആയി തിരിച്ചറിയണം. ഗവൺമെൻറ് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞാൽ മതി, ഞങ്ങൾ കുടിയേറ്റക്കാർക്ക് മാത്രമാണ് പട്ടയം കൊടുത്തിരിക്കുന്നത്, ഞങ്ങൾ കയ്യേറ്റക്കാർക്ക് കൊടുത്തിട്ടില്ല. കയ്യേറ്റക്കാരുടെ കയ്യിലിരിക്കുന്ന പട്ടയം വ്യാജ പട്ടയമാണ്. അത് സർക്കാർ കൊടുത്ത പട്ടയമല്ല, വ്യാജ പട്ടയം. അത് സർക്കാർ പറഞ്ഞോ കോടതിയിൽ? എന്നിട്ട് വ്യാജ പട്ടയം തയ്യാറാക്കിയിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി ഗവൺമെൻറ്. അത് കൊടുക്കണ്ടേ കോടതിയിൽ? എന്തുകൊണ്ടാണ് കൊടുക്കാതിരുന്നത്? അതിനാ പട്ടികയിൽ
ഭൂരിഭാഗം പേരും CPM-കാരാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അത് കയ്യേറ്റം നടത്തുകയും വ്യാജമായി പട്ടയം ഉണ്ടാക്കുകയും ചെയ്ത ആളുകളുടെ ലിസ്റ്റ് കൊടുത്ത് ഞങ്ങൾ അവർക്കെതിരായി നടപടിയെടുക്കും. ഞങ്ങൾ കുടിയേറ്റക്കാർക്ക് മാത്രമാണ് നിയമം അനുസരിച്ച് പട്ടയം കൊടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാക്കി കോടതിയിൽ പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ ഈ 64 റൂളിൻ്റെ ഉത്തരവ് വരുമായിരുന്നോ? വന്നില്ല. ഇപ്പോൾ വന്നു, നിയമം പാസ്സാക്കിയിട്ട് എത്ര നാളായി? അതിൻ്റെ ചട്ടം വേണ്ടേ? എന്നിട്ട് ഇപ്പോൾ പട്ടയ ഭൂമിയിൽ 63-ഉം 93-ഉം ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനം 93-ലെ റൂളിൽ ചെറിയ കടമുറി പണിയാവുന്നുണ്ട്. അതാ കടമുറി എത്രയാണ് വിസ്തീർണം എന്ന് ഗവൺമെൻറ് തീരുമാനിച്ച് കോടതിയെ അറിയിച്ചാൽ മതി. അപ്പോൾ റെഗുലറൈസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം സർക്കാർ ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പണം ഈടാക്കാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് ഈ 64 റൂള് വെച്ച് നേരത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യാൻ ഫീസ് ഈടാക്കാൻ പോവാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് വിവേചനാധികാരം കൊടുക്കാൻ പോവാ. അത് സമ്മതിക്കില്ല എന്ന് പച്ചയ്ക്ക് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. സമ്മതിക്കില്ല. ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, UDF അധികാരത്തിൽ വന്നാൽ, UDF അധികാരത്തിൽ വരുമ്പോൾ യാതൊരു നിബന്ധനകളുമില്ലാതെ 1 രൂപ വാങ്ങിക്കാതെ ഞങ്ങൾ ഈ പട്ടയ ഭൂമിയിൽ പണിത നിർമ്മാണ പ്രവർത്തനങ്ങൾ റെഗുലറൈസ് ചെയ്യും. വാക്കാണ്, അതുകൂടി പറയാനാണ് വന്നത്, വാക്കാണ്. ഇനി 2, CHRന്റെ സുപ്രീം കോടതി വിധി ഉണ്ടായി. എന്തായിരുന്നു പണ്ട് മുതലുള്ള ഒരു നിലപാട്? 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാർ വരെ എടുത്ത നിലപാടെന്താ? CHR ഭൂമി റവന്യൂ ആണ്, മരം വനം വകുപ്പിൻ്റെയാണ്. ഓക്കെ, ഡ്യൂവൽ കൺട്രോളാണ്, 2 വകുപ്പിൻ്റെ ഡ്യൂവൽ കൺട്രോളാണ്. അതെവിടെയാണ് അട്ടിമറിക്കപ്പെട്ടത്? ഈ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് ഒരു അഫിഡവിറ്റ് കൊടുത്തു കോടതിയിൽ. എന്താ പറഞ്ഞത്? ഈ 2,15,000 ഏക്കർ വരുന്ന CHR ഭൂമി എന്താണ്? വനഭൂമിയാണെന്ന്. റവന്യൂ വകുപ്പ് കൊടുത്ത അഫിഡവിറ്റാ. വനം വകുപ്പിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്. വനം വകുപ്പിൻ്റെ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ വനഭൂമിയാണെന്നാണ്. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ 2 വകുപ്പുകൾ എടുത്ത തെറ്റായ നിലപാടാണ് CHRൽ പട്ടയം കൊടുക്കേണ്ട എന്ന് തീരുമാനിപ്പിച്ചത്. ആണോ? എൻ്റെ കയ്യിലുണ്ട് കോപ്പി, 2 കോപ്പിയുണ്ട്. റവന്യൂ വകുപ്പും പറഞ്ഞിരിക്കുന്നു. ഇത് മാത്രമല്ല, വേറൊരു മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. 2,64,000 ഏക്കർ ഏലത്തോട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത്. CHR ഉണ്ടോ? ഏത് കണക്കിലാ? ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ സുപ്രീം കോടതി പോയി പറഞ്ഞു 2,64,000 ഏക്കർ, അതായത് 413 ചതുരശ്ര മൈൽ അല്ലേ, ഉണ്ടോ? എല്ലാ റെക്കോർഡും തിരുവിതാംകൂറിലെ ഫോറസ്റ്റ് മാനുവൽ അടക്കമുള്ള മുഴുവൻ റെക്കോർഡുകളും ഞങ്ങൾ പരിശോധിച്ചു. അവിടെ എല്ലാം 2,15,000-ൽ അധികം ഏക്കർ മാത്രമാണ് CHR ഉള്ളത്. അതിൽ വനം എന്ന് പറയുന്നത് 15,000 ഏക്കർ മാത്രമേ ഉള്ളൂ. 15,000 ഏക്കർ മാത്രം. ബാക്കിയുള്ള 2 ലക്ഷത്തോളം ഏക്കർ സ്ഥലത്ത് ഈ വനം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. വേണമെങ്കിൽ വനം വകുപ്പിൻ്റെയാണെന്ന് പറഞ്ഞു. ഇത് കൃത്യമായി കോടതി പറഞ്ഞു. മാത്രമല്ല, കോൺഫ്ലിക്റ്റ് ചെയ്യുന്ന, അതായത് വൈവിധ്യം, ഒരു റിപ്പോർട്ട് കൊടുക്കും, അതിന് വിരുദ്ധമായി വേറെ റിപ്പോർട്ട് കൊടുക്കും. ഒരിടത്ത് പറയും 2,15,000 എന്ന് പറയും, ഒരു ലക്ഷത്തി പറയും 2,64,000 എന്ന് പറയും, ഒരിടത്ത് പറയും 15,000 ഏക്കറേ വനമുള്ളെന്ന് പറയും, വേറെ സ്ഥലത്ത് പറയും ഇത് മുഴുവൻ വനമാണെന്ന് പറയും. ഇത്രയും ഇത് പഠിക്കാതെ തോന്നിയതുപോലെ കുറേ വക്കീലന്മാർക്ക് ഇത് വിട്ടുകൊടുത്തിരിക്കുക. തോന്നിയതുപോലെ. ആരാ അനുഭവിക്കുന്നത്? ഇപ്പം കുത്തകപ്പാട്ടം പുതുക്കി കൊടുക്കുന്നുണ്ടോ? പുതുക്കി കൊടുക്കുന്നില്ല. കുത്തകപ്പാട്ടം എന്തുകൊണ്ടാണ് പുതുക്കി കൊടുക്കാത്തത്? പുതുക്കി കൊടുക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവിടെ? ഈ ഭൂമി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 2017 8 വില്ലേജുകൾ നിർമ്മാണ നിയന്ത്രണം ഏർപ്പെടുത്തി. റവന്യൂ വകുപ്പിൻ്റെ NOC വേണമെന്ന് പറഞ്ഞു. 2018 ഇവിടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കുന്ന മന്ത്രിയുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി മന്ത്രി, അദ്ദേഹം മന്ത്രി ആയിരിക്കുമ്പോഴല്ലേ തീരുമാനമെടുത്തത് ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണമെങ്കിൽ
ഈ 8 വില്ലേജിൽ റവന്യൂവിൻ്റെ NOC വേണമെന്ന്. ഇവരൊക്കെ എടുത്ത മന്ത്രിസഭയിലെ തീരുമാനമെടുത്ത്. അന്ന് എവിടെയായിരുന്നു ഇവരെല്ലാം? ഈ കഴിഞ്ഞ 5-8 കൊല്ലക്കാലമായി ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്. ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കാൻ പറ്റാത്ത സാഹചര്യം. ഇപ്പോഴുള്ള ഈ 19,000 ഏക്കറിൻ്റെ കൂടെ 2,16,000 CHR കൂടി വനഭൂമിയാക്കിയ ഇടുക്കിയിലെ മനുഷ്യരെവിടെ പോവും? എങ്ങോട്ട് പോവും? പിന്നെ കൂടാതെ വനമാക്കി നോട്ടിഫിക്കേഷൻ വരിക, ഡീനോട്ടിഫൈ ചെയ്യാമെന്ന് പറഞ്ഞു. ചിന്നക്കനാലിലെ ഭൂമി നോട്ടിഫിക്കേഷൻ കൊടുത്തത് ചെയ്തോ? ഇതുവരെ ചെയ്തില്ല. അപ്പോൾ ഇവർ കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് മുഴുവൻ കർഷകർക്കെതിരായ റിപ്പോർട്ടാണ്. അപ്പം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾ വനസംരക്ഷണത്തിന് ഞങ്ങളതിൻ്റെ കൂടെയാണ്. വനാതിർത്തിക്ക് ഇപ്പുറം ജീവിക്കുന്നത് കർഷകരും പാവപ്പെട്ട മനുഷ്യരുമാണ്. അവരുടെ അവകാശങ്ങൾ, അവരുടെ പട്ടയം, എത്ര പട്ടയമാണ് പെൻഡിങ്? ഇനിയിപ്പോൾ ഈ കോടതി ഉത്തരവ് വന്നതോടുകൂടി ഒന്നും കൊടുക്കാൻ പറ്റാതെ, കോടതി ഒരു ഉത്തരവ്, ഒരു ഓർഡർ ഇറക്കിയാൽ അത് റിവ്യൂ പെറ്റീഷൻ കൊടുത്ത് കറക്റ്റായിട്ടുള്ള ഡോക്യുമെൻ്റ് കൊടുത്ത് അത് മാറ്റേണ്ട ആ ഓർഡർ ഒരു നടപടി സ്വീകരിക്കുന്നില്ല. സുപ്രീം കോടതിയിലും പോകുന്നില്ല. ഇപ്പം 3 മാസമായി CHRൻ്റെ വന്നിട്ട് അല്ലേ? ഈ 64 കേസ് വന്നിട്ട് കുറേ നാളായി, 1 കൊല്ലത്തിന് കൂടുതലായി. ആ ഉത്തരവ് പിൻവലിക്കാൻ ഗവൺമെൻറ് ചെറുവിരൽ അനക്കുന്നില്ല. വലിയ കഷ്ടമാണ്. വിദ്യാഭ്യാസ ലോൺ പോലും കുട്ടികൾക്ക് കിട്ടുന്നില്ല, പഠിക്കാൻ എടുക്കാൻ പറ്റുന്നില്ല, ലോൺ എടുക്കാൻ പറ്റുന്നില്ല. ആളുകൾ ഇത്രമാത്രം പ്രയാസപ്പെട്ട ഒരു കാലമുണ്ടായിട്ടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മലയോര സമരയാത്രയുമായി ഞങ്ങൾ എത്തിയത്. പകരം നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് നിങ്ങളോട് പറയാനാ. ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂടെ. ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നത് വരെ ഉറപ്പായി ഉണ്ടാവും. പിന്നെ ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. 18 ഡീനടക്കമുള്ള 18 MP-മാരും പാർലമെൻറ്റിൽ ആവശ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടി വാദിക്കും. ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും വാദിക്കും. എന്നിട്ടും ഈ ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, കഴിയാറായി. ഇവരുടെ ഈ പരിപാടി തീരാറായി. ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കൊടുങ്കാറ്റ് പോലെ തിരിച്ചു വരും. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് നൽകുന്ന വാക്കാണ്. നിങ്ങളുടെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് ഞങ്ങളുടെ മുൻഗണനയിലുണ്ട്. അത് പരിഹരിക്കുക തന്നെ ചെയ്യും. എഴുതി വച്ചോ, റെക്കോർഡ് ചെയ്ത് വച്ചോ, UDF-ന് വേണ്ടി ഞങ്ങൾ നൽകുന്ന വാക്കാണ്. അതിൻ്റെ ഇടയിൽ ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നം വീണ്ടും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ച് ഈ കോടതിയിലെ ഉത്തരവുകൾ പിൻവലിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ നട്ടുച്ചയ്ക്ക് പൊരിവെയിലത്ത് നിങ്ങൾ ഹൃദയത്തിൽ ചാലിച്ചു തന്ന ഈ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തും. യോഗ നടപടികൾ അവസാനിക്കുകയാണ്. യോഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അടിമാലി മണ്ഡലം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ ഹാപ്പി കെ വർഗീസിനെ ക്ഷണിക്കുന്നു. ബഹുമാനായ യോഗാധ്യക്ഷൻ, ബഹുമാനായ പ്രതിപക്ഷ നേതാവ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരായ നേതാക്കളെ, ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ സമരയാത്ര വൻ വിജയമാക്കി കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രത്യേകമായി നന്ദി അർപ്പിക്കുകയാണ്. ഈ യോഗത്തിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്രിയങ്കരനായ ശ്രീ VD സതീശൻ അവർകളെ ഏറെ സ്നേഹത്തോടെ യോഗത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട UDF-ൻ്റെ കൺവീനർ MM ഹസൻ XMLA അവർകളെ ഈ യോഗത്തിന് വേണ്ടി നന്ദി അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട ഷിബു ബേബി ജോൺ, മോൻസ് ജോസഫ്, അഡ്വക്കേറ്റ് രാജൻ ബാബു,
ശ്രീ ജോസ് മോൻ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, പ്രിയപ്പെട്ട ശ്രീ CP മാത്യു, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് EM അഗസ്തി, പ്രിയപ്പെട്ട ശ്രീ ജോയി വെട്ടിക്കുഴി, പ്രിയങ്കരായ ശ്രീ AK മണി XMLA, പ്രിയപ്പെട്ട അശോകൻ സാർ, KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, പ്രിയപ്പെട്ട അലോഷി സേവ്യർ,